ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. സെയിം ടൈം ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും പോകുന്നു. അപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിലായിരിക്കാം, ഓണം പർച്ചേസിലായിരിക്കാം, സ്റ്റിച്ചിങ്ങിലായിരിക്കാം, അല്ലെ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്ലീനിങ് കാര്യങ്ങൾ ഓഫേഴ്സൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസുകൾക്ക് എല്ലാത്തിലും ഓരോരുത്തരായിട്ടുള്ള തിരക്കിലായിരിക്കും. സെയിം ടൈം എനിക്കും ഈ പ്രാവശ്യം ഓണം ഒരു സ്പെഷ്യലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രവാസലേഖം സ്വീകരിച്ചിട്ട് ഏകദേശം 7 വർഷമായി. ഈ 7 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോർമലി ആ ഒരു ടൈമിൽ വെക്കേഷൻ കിട്ടാറില്ല. പിന്നെ ഞാൻ ആ ഒരു ടൈം പ്രിഫർ ചെയ്യാറുമില്ല. ഞാൻ എപ്പോഴും ഏപ്രിൽ മെയ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കുട്ടികളുടെ സ്കൂൾ വെക്കേഷൻ അനുസരിച്ചാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഈ ലാസ്റ്റ് 7 വർഷവും എൻ്റെ മക്കളുടെ കൂടെ ഉള്ള ഓണം എനിക്ക് ശരിക്കും മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം 2024 ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ മക്കൾ 2 പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളും എല്ലാവരെയും പോലെ തന്നെ പുതിയ ഡ്രസ്സുകളൊക്കെ മേടിച്ച് ഞങ്ങളും ഇങ്ങനൊരു പ്ലാനിങ്ങിലാണ്. ഇങ്ങനെ ഒരുങ്ങണം അങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ്. ഓണത്തിനെ ഇങ്ങനെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. നോർമലി എനിക്ക് ഇപ്പോൾ അവരില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഓണത്തിന് ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഹാഫ് ഡേ ലീവ് എടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ ഓണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം ഒരു പ്രവാസിയായ ആൾക്കാർക്ക് നോർമലി തിരുവോണം എന്നൊന്നും പറഞ്ഞൊരു ഹോളിഡേ ഒന്നും സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് ആകെ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് നാട്ടിൽ വിളിക്കുക, അല്ലെങ്കിൽ നാട്ടിലുള്ള വിശേഷങ്ങൾ അറിയുക, ഇതൊക്കെ മാത്രമാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പ്രവാസിയായ എനിക്ക് ആ ഒരു ഫീലിംഗ് അറിയാവുന്നത് കൊണ്ട് അതായത് നാട്ടിലുള്ള ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ സമയവും സാഹചര്യമൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും നാട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പം നിങ്ങളുടെ തിരക്കുകൾ കാരണം നമ്മുടെ കോളുകൾ എടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇപ്പം വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഇതാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. കാര്യം നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്ക് ആ ഒരു വിഷമം എന്താണ് എന്നുള്ളത്. നമുക്ക് നാട്ടിലെല്ലാവരെയും മിസ്സാവുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഫോൺ നിങ്ങൾക്കും ടൈം കിട്ടുന്നതനുസരിച്ച് വിളിക്കുക. നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് വിളിക്കുക, പറ്റുന്ന സാഹചര്യമാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, ചില കമ്പനികളിലൊക്കെ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും, ഫോൺ അലൗഡ് ആയിരിക്കത്തില്ല. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി ഓരോ പ്രവാസികളുടെയും കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെയൊക്കെ ഓരോ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒക്കെ പ്രവാസികളായത്. അപ്പോൾ ആ പ്രവാസികളായ ഓരോ മനുഷ്യരുടെയും കൂടെ നിങ്ങളും ഉണ്ട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ ആ പ്രവാസികൾക്ക് കൊടുക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഒരു ഓണമായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ 7 വർഷം ഞാനിത് പറയാൻ കാരണം, ലാസ്റ്റ് 7 വർഷം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഓണം ആഘോഷിച്ചപ്പോൾ ഒരു ബോറായിരുന്നു. പക്ഷേ ഇപ്പം മക്കളുണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഓരോ പ്രവാസികളും അവനവൻ്റെ ആൾക്കാരെ മിസ് ചെയ്യുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു. അപ്പം എല്ലാവരും അവരവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഓണത്തിന് ഓണമെന്നല്ല എപ്പോഴും കൂട്ടത്തിൽ തന്നെ കൂടെ നിർത്തി സ്നേഹം കൊടുക്കുക, കൂടെ നിർത്തുക, വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുക. നമ്മളിതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഭയങ്കര ഇതായിട്ടിരിക്കുക. നമ്മൾ വലിയ സന്തോഷത്തെ നാട്ടിലേക്ക് വിളിക്കുന്നത് തന്നെ അവിടുത്തെ വിശേഷങ്ങൾ അറിയണം. ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഒരു മെക്കാനിക്കൽ ലൈഫാണ്. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വന്നു തരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഉറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ ആവുന്നു, പോകുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പം നമ്മളുടെ ഉള്ള ഓരോ വീട്ടിലെയും ഓരോ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പം ഇത് എനിക്ക് പറയാമെന്നും തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ടൊക്കെ വരും. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇപ്പം ഇത്തിരി സമയം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.